ഒരു കാലത്തും ഇല്ലാത്ത കാര്യങ്ങളല്ല ഇതൊക്കെ. MLA പറയുന്നത് ചെയ്യാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. അല്ല, ജനങ്ങളുടെ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ ഇവിടുന്ന് ഫോൺ ചെയ്യണം. ഫോൺ ചെയ്യൽ കുറവാണ്, ഇവിടുന്ന് ഫോൺ വിളിക്കണമെന്ന് പറഞ്ഞിരുന്നു. MLA എന്നുള്ള നിലയിൽ നമ്മളും ജനങ്ങളോട് സംസാരിക്കാമല്ലോ, അല്ലാതെ തന്നെ ആളുകൾ സംസാരിക്കുന്നുണ്ടല്ലോ. അതിവിടെ ഇരുന്ന് സംസാരിക്കാൻ ഒരു 3-4 ആളെ വിളിക്കാൻ പറഞ്ഞാൽ അങ്ങനെ വിളിക്കാൻ പാടില്ല. അങ്ങനെ വിളിക്കാൻ ആളുകൾക്കിടെ നമ്മൾ ആരോഗ്യവകുപ്പിനോടൊപ്പം നിൽക്കണം എന്ന് പറയാനല്ലേ വിളിക്കുന്നത്, ധൈര്യം കൊടുക്കാനല്ലേ വിളിക്കുന്നത്. ഒരു മണ്ഡലത്തിലെ MLAക്ക് ഒരു കഴിഞ്ഞ ഇപ്പോൾ വന്ന ഘട്ടത്തിലൊക്കെ അങ്ങനെ വിളിച്ചിട്ടില്ലേ? അപ്പോൾ അത് പ്രയാസം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് നിവൃത്തിയില്ല. നമ്മൾ 3-4 കാര്യങ്ങൾ, സംശയമുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു, കലക്ടറോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ കൺട്രോൾ റൂമിലിരുന്ന് ഒരു 3-4 ആളുകളെ ഒരു MLA ഫോൺ ചെയ്ത് ആത്മവിശ്വാസം നൽകുന്ന പ്രവർത്തനത്തെ എന്തിനു തടയണം? അത് കൂടുതൽ ആത്മവിശ്വാസം നൽകാനല്ലേ സഹായിക്കുകയുള്ളൂ. അതെന്തിനു തടയാം? നമ്മളിതിൻ്റെ ഒപ്പം തന്നെയല്ലേ നിന്നിട്ടുള്ളത്. അതെന്തിനു അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കണം? ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളില്ല. കലക്ടർ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു, DMO ചാർജില്ല. അപ്പോൾ ഇത് ബന്ധപ്പെട്ടവരെ ചെയ്യണം. അപ്പോൾ ഞാൻ ഒരു 3-4 മണ്ഡലത്തിലെ ആളുകളെ ഇവിടെ കണ്ടെയ്ൻമെൻറ്റ് സോണിലാരോ ഒന്ന് വിളിക്കുക എന്നുള്ള ഉത്തരവാദിത്തം നിർവഹിച്ചേ ഞാൻ പോവും. ഉണ്ട്, ഉള്ളിലാളുണ്ട്. ഞാൻ അവർ സമ്മതിക്കട്ടെ, അപ്പം പോവാം. സമ്മതിക്കുകയാണെങ്കിൽ അല്ല, കണ്ടെയ്ൻമെൻറ്റ് സോണിൽ ഉള്ള ആളുകളുടെ പട്ടിക ഉണ്ടല്ലോ, അതിൽ 2-3 ആളെ അവർക്കൊപ്പം ഇരുന്ന് MLA ഒന്ന് വിളിച്ച് സംസാരിക്കുന്നതിൽ എന്താ തെറ്റ്? നിങ്ങൾ പറയും മുമ്പ് അങ്ങനെയല്ലേ ചെയ്യല്? ജനങ്ങൾ ആശങ്കകളോട് രാവിലെ വിളിച്ചുകൊണ്ടാണല്ലോ ഔദ്യോഗിക സ്വഭാവത്തിലുള്ള ഈ സംവിധാനത്തിൽ നിന്നുകൊണ്ട് വിളിക്കണമെന്നാണ്. അതിലെന്താ തെറ്റുള്ളത്? നമ്മൾ ഇന്ന് വരെ ഇതിനൊന്നും ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. അവർ ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുന്നത്. ഇന്നലെയും സമ്മതിച്ചില്ല, ഇന്നും അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? അല്ല, അത് അതിലൊരു മറുപടി ഇട്ടട്ടെ. ഇല്ല എന്നുള്ളതാണെങ്കിൽ ഇല്ല, ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ട്. അത് ഗുണകരമായ കാര്യമല്ലേ? അങ്ങനെ സംസാരിക്കുന്ന ജനങ്ങൾക്കൊരു ഗുണകരമായ കാര്യമല്ലേ? അതിനൊക്കെ എന്തിനാ നമ്മളിങ്ങനെ? അതെ, അത് മനസ്സിലാവുന്നില്ല. കാരണം ഇതിപ്പോൾ എല്ലാവരും ഇരുന്നിട്ടല്ലേ, നമ്മൾ ഒറ്റക്കൊന്നല്ലേ വിളിക്കുക. അതും ആത്മവിശ്വാസം നൽകുന്ന വർത്താനല്ലേ നമ്മളും പറയൂ. വേറെ എന്തെങ്കിലും പറയൂ? സർക്കാർ ആരോഗ്യവകുപ്പും പറയുന്ന കാര്യങ്ങൾ കർശനമായി പാലിക്കണം. നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. ഇത് പറയാനുള്ള ഒരു അവകാശം ഒരു സർക്കാർ കൺട്രോൾ റൂമിൽ അവിടെ ഇരിക്കുന്നു കൊണ്ട് പറയാനൊരു MLAക്ക് അവകാശമില്ലേ? സ്വാഭാവികമായിട്ട് ഉള്ളൊരു പ്രശ്നമല്ലേ? ഇതിൽ എന്താണ് ഇപ്പോൾ കലക്ടർ പറയുന്നത്? അല്ല, കലക്ടർ പറയുന്ന ആരോഗ്യ വകുപ്പിൽ നിന്നും അങ്ങനെ വേണ്ടതില്ല എന്ന് പറഞ്ഞു എന്നാണ്. ഞാനിതിൽ വളരെ സിമ്പിളായിട്ട് ചോദിക്കുക നിങ്ങളോട്. ഇത് സുതാര്യമാണല്ലോ. ഇത് രോഗിയെ വിളിക്കലല്ല. രോഗിയെ വിളിച്ചിട്ട് പറയാൻ ഞാൻ ആരോഗ്യ വിദഗ്ധനൊന്നല്ല. ഒരു ജനപ്രതിനിധിക്ക് ഒരു സാമൂഹിക പ്രവർത്തനം ചെയ്യാൻ പറ്റും എന്താണ്? ഈ സംവിധാനത്തിന് ധൈര്യം കൊടുക്കുക. ഈ സംവിധാനത്തിന് ധൈര്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമ്മളെല്ലാവരും ഉണ്ട്, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടുണ്ട് എന്ന് ഒരു 3-4 ആളെടുത്ത് ഞാൻ പറഞ്ഞില്ലെങ്കിലും അവർ പറയുന്നൊന്ന് കേൾക്കാനെങ്കിലും അനുവദിക്കണ്ടേ? അതിലെന്താ തെറ്റ്? അപ്പോൾ നിങ്ങൾ അത് പറയുന്നതിൽ മുകളിൽ നിന്ന് അങ്ങനെ കൊടുക്കേണ്ടില്ല എന്ന് ഇതിലൊക്കെ എങ്ങനെ കക്ഷി രാഷ്ട്രീയം നോക്കണോ? ഞാനിവിടുത്തെ MLA അല്ലേ? നിർബന്ധമായിട്ട് താഴത്തുനിന്ന് ഇങ്ങോട്ട് വിളിക്കുകയല്ലേ നമ്മളെ? അല്ല, അതറിയണം, അതിന്റെ വിവരമാണ് അറിയേണ്ടത്. ഇന്നലെ കൺട്രോൾ റൂമിൽ കയറി അതിൻ്റെ എണ്ണം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ചോദിച്ചു, ഇത് സാധാരണ നമ്മൾ ആ പ്രദേശത്തുള്ള ഈ പരിധിയിൽ വരുന്ന ആളുകളെ വിളിക്കാറുണ്ട് പറഞ്ഞാൽ അത് മുനിസിപ്പാലിറ്റി ഭാഗമുണ്ട്. നേരത്തെ കഴിഞ്ഞ ഇപ്പോൾ വന്ന സമയത്ത് പഞ്ചായത്തുകളുണ്ടായിരുന്നു. അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാവരും ചേർന്നുകൊണ്ട് വിളിക്കാറാണ്. അപ്പോൾ കൺട്രോൾ റൂമിൽ കഴിഞ്ഞ തവണയൊക്കെ എല്ലാവരും വിളിച്ചിട്ടുമുണ്ട്. അത് പകർത്തേണ്ടവർ പകർത്തിയിട്ടുണ്ട്. ഇത് വേറെ മോശമാക്കും, നിങ്ങളെ തന്നെ വിഷ്വലിൽ വന്നല്ലേ, ഇത് രഹസ്യമായിട്ട് വെക്കേണ്ടല്ലേ. ഇപ്പോൾ എത്ര പേരെ വിളിച്ചു? അങ്ങനെ എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? ഇതൊരു MLA നിങ്ങൾക്ക് അറിയാനുള്ള അവകാശമില്ലേന്ന്? അപ്പം അതെ, അപ്പോൾ പ്രതിപക്ഷ MLA ആയതുകൊണ്ട് പറ്റൂല, അങ്ങനെ നിലപാടെടുക്കാൻ പറ്റുമോ? നിങ്ങളെടുത്തല്ലേ, നിങ്ങളെടുത്ത വിഷ്വലില്ലേ? 2 കണ്ടോ? നിങ്ങളെ പഴയ വിഷ്വൽ എടുത്ത് നോക്ക്. ലൈവായിട്ട് വന്നല്ലേ, ഒരേ മറുപടി. ഇന്നലെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഇന്ന് നമുക്ക് പരിഗണിക്കാം, അന്നിരിക്കാം. ഇതിപ്പോ ഞാൻ ഒറ്റക്ക് MLA ഓഫീസിൽ നിന്ന് വിളിക്കുന്നതും
ഈ സംവിധാനത്തിന്റെ ഭാഗമായി നിന്ന് വിളി കേൾക്കുന്നു. രണ്ടല്ലേ ഇതിന്റെ ഭാഗമായിട്ട് ഇതേ പറഞ്ഞിട്ടുള്ളൂ. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അങ്ങനെ MLA അവിടെ ഇരിക്കേണ്ടതില്ല. MLA ഈ വിളിക്കുന്നത് കേൾക്കാനും പാടില്ല എന്നാണ് ആരോഗ്യമന്ത്രിന്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അങ്ങനെ മുകളിൽ നിന്നാണ് അങ്ങനെയാണ് വിവരം കിട്ടുന്നതാണ് കലക്ടറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പറയുന്നത്. അപ്പം അതൊരു ഞാൻ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു MLA അല്ലേ, ആ ജനങ്ങൾക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് ഇപ്പോൾ ഈ 10, 50, 60 ആളെ നമ്പർ എടുത്ത് വിളിക്കാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടില്ല, നമ്പറൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഈ സംവിധാനത്തിൽ ഞാൻ വേണ്ടതില്ല എന്ന് പറയുന്നത് നമ്മളെന്തിനാ ഈ 4 ദിവസം എന്തെങ്കിലും പറഞ്ഞോ? അല്ല അതൊക്കെ ഇതിന് മുമ്പാണല്ലോ പറഞ്ഞത്. അതെനിക്കറിയില്ല. എന്തായാലും അല്ല നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. ഇതിപ്പം തീരുമാനമാവുന്നവരെ ഇവിടെ ഇരിക്കുക. അല്ല അതിലൊരു മറുപടി കിട്ടണം. ബന്ധപ്പെട്ട ഒരു മറുപടി വരട്ടെ. അവര് കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞല്ലോ, നോക്കട്ടെ. കളക്ടർ പറഞ്ഞു മുകളിൽ നിന്ന് വേണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതില്ല എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ഇത് രോഗികളെ മാത്രം. അപ്പോൾ അവർ ചർച്ച ചെയ്യട്ടെ. അപ്പോൾ ഉണ്ടോ, വന്നോ? അപ്പോൾ എവിടെ ഉണ്ട്? ഒന്നും കൂടെ വിളിച്ചോ. അല്ല അങ്ങോട്ട് വരണം, അവിടെ ഇരുന്ന് സംസാരിക്കാം. ഞാൻ പറഞ്ഞ കാര്യം നടക്കണമല്ലോ, ഞാൻ ഇവിടെ ഇരിക്കും. എനിക്ക് കേൾക്കണമല്ലോ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്. സമൂഹത്തിന്റെ ആവശ്യമല്ലേ, അത് മറച്ചു വെക്കേണ്ട ആവശ്യം എന്താ? ഇത് രോഗിയെ വിളിക്കണം എന്നല്ലല്ലോ പറയുന്നത്. അവിടെ കണ്ടെയ്ൻമെന്റ് സോണിലുള്ള ജനങ്ങളോട്, അവിടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നല്ല ധൈര്യത്തിലിരിക്കണം, നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ട് എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അതിനൊക്കെ എന്തിനാ? ഇത് മുൻകാലങ്ങളിൽ ചെയ്തതല്ലേ, അത് സംസാരിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.